ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ച് ഒക്ടോബർ മാസം ഒത്തിരിയേറെ സവിശേഷതകൾ നിറഞ്ഞ മാസമാണ്. ഈ ഒക്ടോബർ മാസം ആരംഭിക്കുന്നത് തന്നെ വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ടാണ്. രണ്ടാമതായിട്ട് ലോകത്തിലെ നാനാഭാഗങ്ങളിൽ സുവിശേഷ വേല ചെയ്യുന്ന എല്ലാ മിഷണർമാരെയും നാം ഈ ഒക്ടോബർ മാസത്തിൽ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവിടെ പ്രവർത്തനങ്ങളിൽ സഹായിക്കുവാനായിട്ട് ഈ ഒക്ടോബർ മാസം 17-ാം തീയതി നമ്മൾ മിഷൻ സൺഡേ ഞായറായി ആഘോഷിക്കുന്നു. അതിനേക്കാൾ ഉപരിയായി, എല്ലാറ്റിനും ഉപരിയായി ഒക്ടോബർ മാസം മരിയൻ മാസമാണ്. ജപമാല കയ്യിലേന്തി ശക്തമായി പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മ വഴി ഈശോയിൽ നിന്നും ധാരാളം അനുഗ്രഹവും കൃപയും നേടുവാനുള്ള ഒരു പ്രത്യേക മാസമാണ് ഈ ഒക്ടോബർ മാസം. ഒരിക്കൽ റോസമ്മയും മകളും കടയിൽ സാധനം വാങ്ങിക്കുവാൻ പോവുകയായിരുന്നു. എതിരെ വന്ന ത്രേസ്യാമ്മ റോസമ്മയെ നോക്കിയിട്ട് പറഞ്ഞു, റോസമ്മേ, ഇത്രയും നല്ല ഒരു മകളെ ലഭിച്ച നീ ഭാഗ്യവതിയാണ്. ത്രേസ്യാമ്മയുടെ ഈ പ്രസ്താവനയ്ക്ക് ഉത്തരം നൽകിയത് റോസമ്മയല്ലായിരുന്നു, റോസമ്മയുടെ മകളായിരുന്നു. റോസമ്മയുടെ മകൾ പറഞ്ഞു, അമ്മയേക്കാൾ ഭാഗ്യവതി ഞാനാണ്, കാരണം ഇത്രയും നല്ല ഒരമ്മയെ ലഭിച്ചതിന്. ഒരിക്കൽ വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി പരിശുദ്ധ കന്യകാമറിയത്തോട് പറഞ്ഞു, അമ്മയെ എല്ലാവരും ഭാഗ്യവതി ഭാഗ്യവതി എന്ന് വിളിക്കുന്നു, എന്നാൽ അമ്മയേക്കാൾ ഭാഗ്യവതി ഞാനാണ്, കാരണം ഇത്രയും നല്ല ഒരമ്മയെ ലഭിച്ചതിന്. പരിശുദ്ധ കന്യകാമറിയം എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ എലിസബത്ത് മറിയത്തോട് പറഞ്ഞു, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച മറിയമേ, നീ ഭാഗ്യവതി. വീണ്ടും ഈശോ വചനം പ്രഘോഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്ത്രീ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, അല്ലയോ ഈശോയെ, നിനക്ക് ജന്മം നൽകിയ സ്ത്രീ ഭാഗ്യവതിയാണ്. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ, അല്ലെങ്കിൽ നമ്മൾ മാനുഷികമായി ചിന്തിക്കുമ്പോൾ ആരാണ് ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി? നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം. ഉദാഹരണമായിട്ട്, ഞാൻ ഈ വീഡിയോ എടുത്തതിന് ശേഷം പുറത്തേക്ക് പോകുമ്പോൾ എനിക്ക് ഒരു 5 പവൻ്റെ സ്വർണ്ണമാല കളഞ്ഞു കിട്ടുകയാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ സുഹൃത്തുമായി പങ്കുവയ്ക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് ഒരുപക്ഷെ പറയും, അച്ഛന് ഭാഗ്യമുണ്ട്, അച്ഛൻ്റെ ഭാഗ്യം കൊണ്ടാണ് ഈ മാല കിട്ടിയത്. വീണ്ടും നമുക്കൊരു വിദ്യാർത്ഥിയുടെ കാര്യമെടുക്കാം. പരീക്ഷ അടുത്തു, എല്ലാവരും ഗൗരവമായിട്ട് പഠിക്കുകയാണ്, വളരെ സീരിയസ് ആയിട്ട് പഠിക്കുകയാണ്. പക്ഷേ ഇവൻ മാത്രം പഠിക്കാതെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്, കളിച്ച് നടക്കുകയാണ്. പരീക്ഷ തുടങ്ങി, പരീക്ഷ കഴിഞ്ഞു, റിസൾട്ട് വന്നപ്പോൾ മറ്റെല്ലാവരെയും കൂടുതൽ മാർക്ക് ഇവനാണ്. എല്ലാവരും അതിശയിച്ചു. അപ്പോൾ അവൻ്റെ ചില കൂട്ടുകാർ പറഞ്ഞു, അവൻ്റെ ലക്ക് കൊണ്ടാണ്, അവൻ്റെ ഭാഗ്യം കൊണ്ടാണ് നമ്മളെക്കാൾ കൂടുതൽ മാർക്ക് അവന് ലഭിച്ചത്. അതുപോലെ നമുക്കറിയാം, ഈ ഭാഗ്യക്കുറി ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ടിക്കറ്റ് എടുക്കാറുണ്ട്. പക്ഷേ വളരെ കുറച്ച് പേർക്ക് മാത്രമേ സമ്മാനം കിട്ടാറുള്ളൂ. അപ്പോൾ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഈ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നശ്വരമായി ചിന്തിക്കുമ്പോൾ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ഈ രീതിയിലേക്കാണ് പോകുന്നത്.
എന്നാൽ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ആരാണ് ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഈശോ പറയുകയാണ്, വചനം ശ്രവിച്ച് അത് പാലിക്കുന്നവരാണ് യഥാർത്ഥ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി. പരിശുദ്ധ കന്യകാമറിയം ഈശോയുടെ അമ്മ കേൾക്കെ തന്നെയാണ് ഈശോ ഈ വചനം പറഞ്ഞത്. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയുടെ അമ്മയാകാൻ സാധിച്ചത് ഒരു ഭാഗ്യമാണ്. പക്ഷെ അതിനേക്കാൾ മഹാഭാഗ്യം പരിശുദ്ധ അമ്മ വചനം ശ്രവിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് ജീവിതത്തിൽ പാലിച്ചു. അതുകൊണ്ടാണ് എലിസബത്ത് പരിശുദ്ധ കന്യകാമറിയത്തെ കണ്ടപ്പോൾ പറഞ്ഞത്, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച മറിയമേ, നീ ഭാഗ്യവതി. പ്രിയപ്പെട്ടവരെ, ഈ മരിയൻ മാസത്തിൽ മാതാവ് വഴി ഈശോയിൽ നിന്നും ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങളും കൃപകളും നേടുവാനുള്ള ഏക മാർഗം ഈശോ അരുൾ ചെയ്ത വചനങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈശോ അരുൾ ചെയ്ത വചനം തന്നെ നമുക്ക് ധ്യാനിക്കാം. ഈശോ പറയുന്നു, അന്വേഷിക്കുവിൻ ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും, എന്നാൽ ബാക്കിയുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് ചേർത്തു തന്നിടുമെന്നാണ് ഈശോ പറയുന്നത്. ഈ മരിയൻ മാസത്തിൽ നമുക്ക് വചനം ശ്രദ്ധയോടെ വായിച്ച് ഗ്രഹിച്ച് ധ്യാനിച്ച് പാലിച്ച് അതുപോലെ തന്നെ ജപമാല ഭക്തിയോടെ ചൊല്ലി മാതാവ് വഴി മാതാവിലൂടെ ഈശോയിൽ നിന്നും നമുക്ക് ധാരാളം അനുഗ്രഹങ്ങളും കൃപകളും നേടി യഥാർത്ഥ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമായി മാറണം. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.